വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിനെ ചൊല്ലി വിവാദം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും തരൂരിനെയും വേദിയിലിരുത്തി രാഹുൽ ഗാന്ധിക്ക് നേരെ ഒളിയം പെയ്ത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗ ഭാഗമാണ് മലയാളത്തിലേക്ക് തെറ്റായി പരിഭാഷപ്പെടുത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ ട്രോളായതിനു പിന്നാലെ പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരെന്ന് ചൂണ്ടിക്കാട്ടി BJP രംഗത്തെത്തി. അതേസമയം പരിഭാഷ തെറ്റിയത് ഓഡിയോ കേട്ടതിലെ പിഴവ് മൂലമാണെന്ന് പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ പറഞ്ഞു. ആദ്യം ഉദ്ഘാടന വേദിയിലെ പ്രസംഗവും പിന്നാലെ പരിഭാഷകന്റെ പ്രതികരണം. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ അവിടെ നിന്ന ഭാഗത്ത്, സ്റ്റേജിൻ്റെ രണ്ട് ഭാഗത്ത് PM നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് അവിടെ ഓഡിബിൾ അല്ലായിരുന്നു. ഓഡിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്. സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യം എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന സ്ക്രിപ്റ്റായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാനത് ഫോളോ ചെയ്തു. ഞാനതൊന്ന് തിരുത്തി പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ചിരിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത ഭാഗം പ്രസംഗത്തിലേക്ക് പോയി. പിന്നെ വീണ്ടും ഞാൻ അതിനകത്ത് തിരുത്താൻ നിന്നില്ല. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുകയാണ്. റിനു ശ്രീധർ, ഇപ്പോൾ ഈ പരിഭാഷകനായി വന്ന പള്ളിപ്പുറം ജയകുമാർ ദൂരദർശൻ 2014 മുതൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയുടെ വിവർത്തകനാണ്. പല പ്രസംഗങ്ങളും വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പ്രസംഗത്തിൽ നമ്മൾ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിന്ദി അല്ല അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. തമാശ രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യ അലയൻസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് എന്നത് ഇന്ത്യൻ എയർലൈൻസ് എന്നായി അദ്ദേഹം തെറ്റിക്കേട്ടതാണോ? എന്താണ് സംഭവിച്ചത് റിനു? വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം ഇപ്പോൾ വലിയ രീതിയിലൊരു ട്രോൾ മഴയാണ് ഈ പരിഭാഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് ഇന്ത്യൻ എയർലൈൻസിനെ കുറിച്ചാണ് എന്നുള്ളതാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തി പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. പള്ളിപ്പുറം ജയകുമാർ സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളും മൻ കി ബാത് പരിപാടിയൊക്കെ തന്നെ പരിഭാഷപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ പ്രസംഗത്തിൻ്റെ കോപ്പി നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഇന്ന് ഈ പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും പരിഭാഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ ഓഡിയോ വ്യക്തമായിരുന്നില്ല. താൻ നിൽക്കുന്ന ഭാഗത്ത് ഓഡിയോ കൃത്യമായിരുന്നില്ല. അതുകൊണ്ടാണ് തനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റിയത് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. സംസ്ഥാന സർക്കാരല്ല തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, കാരണം അത്തരത്തിലുള്ളൊരു വിവാദമാണ് ഇപ്പോൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ താൻ പരിഭാഷകനായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു രീതിയിലുള്ള പങ്കുമില്ല. ഈ അബദ്ധം പറ്റിയപ്പോൾ തന്നെ പ്രധാനമന്ത്രി തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കേട്ടതുമാണ്. അപ്പോൾ തന്നെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും പ്രധാനമന്ത്രി സംസാരിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും തനിക്ക് അബദ്ധം പറ്റി എന്നുള്ളത്, തനിക്ക് മാത്രമാണ് തെറ്റുപറ്റിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സുജയ, റിനു, അദ്ദേഹത്തെ പരിഭാഷകനായി വിളിച്ചതാരാണ്? നിലവിൽ സംസ്ഥാന സർക്കാർ അല്ല എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം പ്രധാനമന്ത്രിയുടെ നിരവധി പരിപാടികൾ, ഈ മൻ കി ബാത് പോലുള്ള പരിപാടികളെല്ലാം തന്നെ അദ്ദേഹമാണ് തർജ്ജമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പങ്കുമില്ല. താനൊരു BJP-കാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും കൂട്ടിച്ചേർക്കുന്നത്. സുജയ, ഓക്കെ, പള്ളിപ്പുറം ജയകുമാറിന്റെ വിശദീകരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഇന്ത്യ അലയൻസ് എന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ എയർലൈൻസ് എന്ന് കേട്ടതാണ് പറ്റിപ്പോയ അമളി. അത് ദൂരെ ആയതുകൊണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം.